ഹലോ നമസ്കാരം, വ്ളോഗേട്ടനാണ്. എവിടെയാണ് നിൽക്കുന്നതെന്ന് പറയേണ്ട കാര്യമില്ലല്ലോ, നമ്മുടെ പുറകിൽ കാണാം, നമ്മുടെ വടക്കുന്നാഥൻ്റെ മുന്നിലാണ്. ഇപ്പോൾ ഒരു GoPro 9, നമ്മുടെ യൂട്യൂബർമാരുടെ അല്ലെങ്കിൽ ബ്ലോഗർമാരുടെയൊക്കെ ഏറ്റവും പുതിയ ഒരു ക്യാമറ GoPro 9, GoPro 8ൻ്റെ അടുത്ത അവതാരം. അപ്പോൾ ആ ഒരു ക്യാമറ ആണ് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത്. നമുക്ക് ഈ ക്യാമറ ഒന്ന് അൺബോക്സ് ചെയ്യല്ല കേട്ടോ, ഇത് ഞാൻ ഓൾറെഡി ഓപ്പൺ ചെയ്ത് നോക്കിയതാണ്. എന്നാലും നമുക്ക് ഒന്ന് തുറന്ന് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം, ഒന്ന് റിവ്യൂ ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടി വന്നതാണ്. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് തുറന്ന് നോക്കാം. നമുക്ക് ഇവിടെ അങ്ങോട്ട് ഇരിക്കാം, ഇവിടെ ഇരുന്നിട്ട് നമുക്കിത് അങ്ങോട്ട് തുറക്കാം ഐശ്വര്യമായിട്ട്. ഇത് കണ്ടോ, ഇതൊരു ബോക്സ്, ഇതിലൊരു ഹാർഡ് കേസ് വരുന്നുണ്ട്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് കേട്ടോ. അപ്പോൾ നമ്മൾ എക്സ്ട്രാ ബാഗൊന്നും വാങ്ങിക്കേണ്ടി വരില്ല, ഇതിൽ തന്നെ ബാഗ് വരുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇത് ഞാൻ ഓൾറെഡി ഒരിക്കൽ തുറന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിൽ വരുന്ന ഐറ്റംസ് ഇതൊക്കെയാണ്, നമുക്ക് കാണാം. ഇതാണ് നമ്മുടെ GoPro 9 ക്യാമറ. പിന്നെ വരുന്നത് ഒരു മൗണ്ട്, അതിൻ്റെ സ്ക്രൂ വരുന്നുണ്ട്. പിന്നെ നമ്മൾ ഒട്ടിക്കാനുള്ള ഈ സംഭവം വരുന്നുണ്ട്. ഇതിൻ്റെ ചാർജിങ് കേബിൾ, ചാർജിങ് കം ഡാറ്റ ട്രാൻസ്ഫർ കേബിൾ വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ബുക്കും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ, യൂസർ മാനുവലൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഞാൻ ഓൾറെഡി ബാറ്ററി ഇതിൽ ഇട്ടു കേട്ടോ, ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ പ്രത്യേകതകൾ, വ്യത്യാസങ്ങളൊക്കെ കാണിച്ചു തരാം. ബാറ്ററി എന്ന് പറയുന്നത് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ കുറച്ച് സൈസ് കൂടിയിട്ടുണ്ട് ബാറ്ററിക്ക്. GoPro 8ൻ്റെ ബാറ്ററി ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് സൈസ് കൂടിയിട്ടുണ്ട്, കുറച്ച് വെയിറ്റും കൂടിയിട്ടുണ്ട്. ക്യാമറയ്ക്ക് മൊത്തത്തിൽ കുറച്ച് വെയിറ്റും സൈസും കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ക്യാമറ വരുന്നത് കേട്ടോ. നമുക്ക് എന്തായാലും ഇതൊന്ന് ഓൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ക്യാമറ. ഇതിൻ്റെ മുന്നിലൊരു സ്ക്രീൻ ഗാർഡ് വരുന്നുണ്ട്, അതാണ് ഈ ബബിൾസ് ഒക്കെ ഇരിക്കുന്നത് കേട്ടോ. സ്ക്രീൻ ഗാർഡല്ല, അതിൻ്റെ ഒരു അവർ കവർ ചെയ്ത് തന്നിട്ടുള്ള കവറാണ്. ഫ്രണ്ടിലും ഡിസ്പ്ലേ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ സംഭവങ്ങൾ. ഇനി നമുക്കൊന്ന് ഇതിൻ്റെ കമ്പാരിസൺ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ GoPro 8ഉം ഇതും തമ്മിലുള്ളൊരു കമ്പാരിസൺ. അപ്പോൾ ഇപ്പോൾ എൻ്റെ രണ്ട് കയ്യിലും ഇരിക്കുന്നത് ഇത് GoPro 8, ഇത് GoPro 9. ഇതിൻ്റെ സൈസിൻ്റെ ഡിഫറൻസ് നമുക്ക് കാണാൻ പറ്റും. ഇതാക്കണ്ടോ, GoPro 8ൻ്റെ സൈസിനേക്കാളും അത്യാവശ്യം ബിഗ് ആയിട്ടുണ്ട് GoPro 9 എന്ന് പറയുന്നത്. ഇത്രയും ഒരു വ്യത്യാസം വരുന്നുണ്ട് ഇതിൻ്റെ സൈസിൽ. അതുപോലെ തന്നെ ഫ്രണ്ട് ഡിസ്പ്ലേയുടെ സൈസ് ആണെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ട്. ഫ്രണ്ട് ഡിസ്പ്ലേ പിന്നെ ഇതിൽ ഫ്രണ്ട് കളർ ഡിസ്പ്ലേ ആണ്. ഇതിൽ ജസ്റ്റ് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് LCD മാത്രമാണ് വരുന്നത് GoPro 8ൽ. ഇത് ബാക്കിലാണെങ്കിലും സ്ക്രീൻ സൈസ് നന്നായിട്ട് ഡിഫറൻസ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഓൺ ചെയ്ത് നോക്കുകയാണെങ്കിൽ തന്നെ രണ്ടും ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും അതിൻ്റെ ഡിഫറൻസ്. ഡിസ്പ്ലേ സൈസിൽ അത്രയും വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൽ ഫിസിക്കൽ ആദ്യമായിട്ട് കാണുമ്പോഴുള്ള വ്യത്യാസങ്ങൾ എന്ന് പറയുന്നത് ഇത്രയൊക്കെയാണ്. ഇനി നമുക്ക് എന്തായാലും ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ, സ്പെസിഫിക്കേഷൻസ് ഒക്കെ നോക്കുകയാണെങ്കിൽ GoPro 8 എന്ന് പറയുന്നത് 4K ആണ് ഇതിൻ്റെ മാക്സിമം റെസൊല്യൂഷൻ വരുന്നത്. 4K വീഡിയോസ് വരെയാണ് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നത്. GoPro 9ലാണെങ്കിൽ 5K വീഡിയോസ് വരെ ഷൂട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ പിക്ചേഴ്സ് ഇത് 20 MP ഫോട്ടോ എടുക്കാം. അതുപോലെ എല്ലാ കാര്യത്തിലും കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുണ്ട്. അതുപോലെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഹൈപ്പർ സ്മൂത്താണ്. ഹൈപ്പർ സ്മൂത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സ്റ്റെബിലൈസേഷൻ. GoPro 8 നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ഹൈപ്പർ സ്മൂത്ത് 2.0 ആണ് അതിൻ്റെ ഹൈപ്പർ സ്മൂത്ത് വേർഷൻ വന്നിരുന്നത്. എന്നാൽ GoPro 9 ഹൈപ്പർ സ്മൂത്ത് 3 ആണ് വരുന്നത്, 3.0. അപ്പോൾ ജിമ്പലില്ലാതെ തന്നെ നമുക്ക് നല്ല സ്മൂത്തായിട്ട് സ്റ്റെബിലൈസ്ഡ് വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ പറ്റും എന്നാണ് GoPro അവകാശപ്പെടുന്നത്. GoPro അവകാശപ്പെടുന്നത് മാത്രമല്ല, പലരും അതിൻ്റെ എക്സാമ്പിൾസൊക്കെ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. നമുക്കും അതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ അത്രയൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ വരുന്നത്. പിന്നെ ഇത് നമ്മൾ ഡീപ്പായിട്ടൊരു ടെക്നിക്കൽ റിവ്യൂയിലേക്കൊന്നും പോകണില്ല, നമുക്കിതിൻ്റെ കുറച്ച് കാര്യങ്ങൾ നോക്കാമെന്ന് മാത്രം. അപ്പോൾ നമുക്ക് ഈ രണ്ട് ക്യാമറയിലും കുറച്ച് വിഷ്വൽസ് ഒന്ന് ഷൂട്ട് ചെയ്ത് നോക്കാം, എന്നിട്ട് അതിൻ്റെ ഡിഫറൻസ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൽ രണ്ടിലും റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒരു കയ്യിൽ GoPro 8ഉം ഒരു കയ്യിൽ GoPro 9ഉം ആണ് പിടിച്ചിരിക്കുന്നത്. അതിൻ്റെ സ്റ്റിക്കോ കാര്യങ്ങളൊന്നും വെച്ചിട്ടില്ല, ജസ്റ്റ് കയ്യിൽ പിടിച്ചുകൊണ്ട് തന്നെയാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ വ്യത്യാസം ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നമുക്ക് ഒരു കാര്യം ചെയ്ത് പിടിച്ചിട്ട് ഇത് രണ്ടും പിടിച്ചിട്ടൊന്ന് നടന്ന് നോക്കാം, നടക്കുമ്പോൾ ഇതിൻ്റെ വ്യത്യാസം. ഞാൻ രണ്ടിലും ഹൈപ്പർ സ്മൂത്ത് എനേബിൾ ചെയ്തിട്ടുണ്ട്. രണ്ടിലും ഒരേ സെറ്റിങ്സ് ആണ് ഇട്ടിരിക്കുന്നത്. സ്റ്റാൻഡേർഡ് 60,
ലീനിയർ എന്ന മോഡിലാണ് രണ്ടും ഇട്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഇത് പിടിച്ചുകൊണ്ട് ഒന്ന് നടക്കുക അല്ലെങ്കിൽ ഒന്ന് ഓടുക അങ്ങനെ എന്തെങ്കിലും ചെയ്ത് നോക്കാം. അപ്പോൾ അതിൽ വരുന്ന വ്യത്യാസം നമുക്കൊന്ന് കാണാം. ഓക്കെ, അപ്പോൾ നമ്മൾ അതും ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ഞാൻ ഇതിൻ്റെ ഒപ്പം കാണിക്കുന്നുണ്ട്. ഇതിൽ രണ്ടിലും റെക്കോർഡ് ചെയ്ത വീഡിയോ ഞാനിതിൽ കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് കമ്പയർ ചെയ്ത് നോക്കാം. ഇതിലെ വീഡിയോ ഡിഫറൻസ്, ആ ഹൈപ്പർ സ്മൂത്തിൻ്റെ ഡിഫറൻസ് ഒക്കെ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും. അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. GoPro 9 അതിൻ്റെ ഒരു റിവ്യൂ ആയിരുന്നു. അതുപോലെ തന്നെ GoPro 8ഉം 9ഉം തമ്മിലുള്ള ചെറിയൊരു കമ്പാരിസൺ. കൂടുതൽ കാര്യങ്ങളിലേക്കൊന്നും കടന്നിട്ടില്ല, ടെക്നിക്കലായിട്ടൊന്നും കടന്നിട്ടില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ അല്ലെങ്കിൽ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ വീഡിയോ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറക്കണ്ട, വ്ളോഗേട്ടൻ നിർത്തട്ടെ. ബൈ.